99% നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അതായത് നിങ്ങൾ ഈ കൈ ഒന്ന് ഉയർത്തി നോക്കിയേ. ഇത് ശരിക്കും ചെയ്തതാണ് ഞാൻ തന്നെ ആണല്ലേ. അതായത് നിങ്ങൾ ഉയർത്തിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷെങ്കിൽ നമ്മളൊരു മിനിറ്റിൽ എത്ര തവണ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എത്ര തവണ കണ്ണ് ചിമ്മുന്നുണ്ടാവും? ഇനി ഓക്കെ, നമ്മളൊന്ന് കണ്ണ് ചിമ്മാണ്ട് നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കണ്ണ് ചിമ്മാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ആ ബുദ്ധിമുട്ട് ആരാണ് നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ഉപബോധ മനസ്സുണ്ട്, അതായത് ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഈ കൈ പൊന്തിക്കുന്നത് അതൊക്കെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള 99% പ്രവർത്തനങ്ങളും നടത്തുന്നത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ജീവിതത്തിൽ വലിയ വലിയ വിജയം കീഴടക്കിയിട്ടുള്ള ആൾക്കാർ, അതായത് ഫിലിം സ്റ്റാർസ് ആയിക്കോട്ടെ, അല്ലെ വലിയ വലിയ ബിസിനസ്സുകാരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. പക്ഷേ അതേ ആൾക്കാരെന്നെ വേറെ സ്ഥലത്ത് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, അതായത് അവരൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്, അതായത് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. പക്ഷേ ഇത് രണ്ടൊരു സിങ്ക് കിട്ടുന്നില്ലേ? പേടിക്കണം, പറഞ്ഞുതരാം. ഇവർ പറയുന്നത് കേട്ടിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ ഞാൻ ഒരു തവണ ശ്രമിച്ചു നോക്കിയാണ്, പക്ഷെങ്കിൽ പരാജയപ്പെട്ടു. അതായത് ജീവിതത്തിൽ നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവില്ലേ, അത് മറന്ന് ഇവർ പറഞ്ഞത് മനസ്സിലാവാതെ ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ചെയ്യാനും പറ്റില്ല, ജീവിതം ഒരു സ്ഥലത്തും എത്തിയില്ല. എന്താണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം? അതായത് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടുക എന്നുള്ളത്, അതായത് ജീവിതത്തിൽ സക്സസ് ആവാന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായില്ലേ. പക്ഷെങ്കിൽ എന്താ പറയുക, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ എത്താൻ എല്ലാവർക്കും ഒന്നും താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, ഇനി അഥവാ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാലോ? തീരുമാനിക്കുന്ന കാര്യമല്ല, അതായത് തീരുമാനിച്ചിട്ട് തുടങ്ങുന്ന കാര്യം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലോ ഉള്ള നാലൊന്ന് പറയുന്ന പോലെ തോന്നും, അതായത് മതി, നിർത്തിയാൽ കുറേ ആയില്ലേ കഷ്ടപ്പെടുന്നത്, ഇതുവരെ ജീവിച്ച പോലെയൊക്കെ ജീവിച്ചു പോയാൽ പോരെ എന്നിങ്ങനെ അറിവുന്നുള്ളതെന്ന് ചോദിക്കും. ആ ചോദിക്കുന്ന ആളുടെ പേരാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. ഇതായിരിക്കും അവർ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടാവും. ഈ ബുദ്ധിമുട്ടിനെ അവരെങ്ങനെ തരണം ചെയ്തു? അതായത് ഇപ്പോഴും ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പോൾ അവരതിനെങ്ങനെ കവർ ചെയ്യുന്നു? അവർ ഒരു സക്സസ് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കിട്ടിയതായിട്ടുള്ള, അതായത് അച്ചീവ് ചെയ്തതായിട്ടുള്ള ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്, ഒരു മെസ്സേജ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഷെയർ ചെയ്യും. അതുപോലെ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിലുള്ള ഡോപ്പാമിൻ എന്നുള്ള ഹോർമോണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അതായത് നമ്മുടെ ശരീരത്തിലുള്ള നമ്മളുടെ ഫീലിങ്സ് ആയിട്ടുള്ള സന്തോഷമായിക്കോട്ടെ, നമുക്കൊരു തൃപ്തി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ തരുന്ന ഒരു ഹോർമോണിൻ്റെ പേരാണ് ഡോപ്പാമിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും. ആ ഡോപ്പാമിനെ അവർ എന്താ പറയുക, ഒരു മെസ്സേജ് കൊടുത്തിട്ട്, അതായത് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാതെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തിട്ട് ആ ഡോപ്പാമിനെ അവർ എന്താ പറയുക കൂട്ടിക്കൊണ്ടുപോകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മളെ തോളോട് തോള് ചേർന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും, അത് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഭിനന്ദിക്കാനൊക്കെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കൂലേ? അതായത് നമ്മൾ ആ സമയത്ത് എന്തൊക്കെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളോട് പോയി കഴിഞ്ഞാലും മറ്റൊരാൾ പുറത്തുനിന്ന് നോക്കുമ്പോഴും പിന്നീട് നമ്മൾ അതിനെ അവലോകനം ചെയ്യുമ്പോഴും മാത്രമേ നമ്മൾ ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുള്ളൂ. ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ, അതായത് ആളുടെ വാക്കുകളാണ് നമ്മുടെ ശരീരത്തിലെ ഡോപ്പാമിനെ വർദ്ധിപ്പിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമതൊന്ന് കണ്ടിട്ട് വരും. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടിട്ട് വരും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. പക്ഷേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് എപ്പോഴും ജീവിതത്തിൽ എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ, അതായത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് അറിയാമെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ, അതായത് സക്സസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന പോലെ അവരുടെ കഷ്ടപ്പാടിനെ പോലും അവർ ഇഷ്ടപ്പെട്ട് പ്രവർത്തിച്ചത് പോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ആദ്യം എന്താണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളെ ബോധ മനസ്സ് എന്താണ്, എന്തൊക്കെ വഴികളാണ്, അതായത് നമുക്കൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് കൊടുക്കാൻ എന്തൊക്കെ രീതികളാണുള്ളത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കണം. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ഡോക്ടർ ജോസഫ് മുർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ഈ പുസ്തകം. ഇതിൽ പല രീതികളും, അതായത് ഒരു പ്രശ്നമുള്ള സാഹചര്യത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ, അതായത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ച് ആ പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാം, പിന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതായത് നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകൾ, ഇതെനിക്ക് നടക്കൂല, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാക്കാം, അങ്ങനെ നമ്മൾ ഓരോ നെഗറ്റീവായിട്ടുള്ള ഓരോ മെസ്സേജുകൾ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊടുക്കില്ല. അതായത് നമ്മളിങ്ങനെ അറിയാതെ പറഞ്ഞതല്ലേ, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നോ അല്ലെ ഒന്ന് വായിച്ചു നോക്കണമെന്നോ
നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നോ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നോക്കി അത് വാങ്ങാൻ നോക്കുക. അല്ലാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ ബുക്ക് കിട്ടാണ്ട് എല്ലാവരും ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ട്രെയിൻ ചെയ്ത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.